നോമ്പിന് എന്താ വേണമെന്നുള്ളത് ഇന്നലെ തന്നെ വൈകുന്നേരം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേരൊക്കെ അല്ല എവിടെയെന്ന് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, എവിടേക്കും പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പാടെ എന്ന് നോമ്പ് ഓർക്കാൻ പോണത്. അപ്പൊ ഒരു ഡ്രിങ്ക്സിനായിട്ട് ഷാർജ ഷേക്ക് ഉണ്ട്, അതിന്റെ മേലെ കൂടെ അങ്ങനെ ബൂസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാട്ടർമെലൻ ഉണ്ട്, അതിന്റെ സൈഡിൽ ഡേറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് എണ്ണക്കടയായിട്ട് ഉണ്ടായിരുന്നു ഈ കാണുന്ന മുട്ട ബജ്ജി ആയിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കാറായപ്പോ ടേബിളൊക്കെ പോയി ഇരുന്നിട്ടുണ്ട്. അതിന്റെ കൂടെ അൽഹിയും വന്നിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒപ്പാണ് നോമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡേറ്റ്സ് ഒക്കെ കഴിച്ച് നോമ്പ് തോന്നുന്നു. അങ്ങനെ കുറച്ചു നേരം വെള്ളം കുടിച്ചിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ അൽഹന അപ്പുറത്ത് ഇരുത്തി, എന്താ വെച്ചാൽ നേരം പോലെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം തണ്ണിമത്തനാണ്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഷാർജ ഷേക്ക് ആണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തണുപ്പ് കുറച്ച് കമ്മിയുണ്ട്, ബട്ട് ഓവറോൾ നല്ല രസം ഉണ്ടായിരുന്നു. അതിനുശേഷം മുട്ട ബജ്ജിയാണ് കഴിക്കണത്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം ഈ മുട്ട ബജ്ജി, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം കഴിച്ചു. പിന്നെ അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന വെള്ളം അതുപോലെ തന്നെ അവിടെ ഷേക്ക് കൊടുത്ത് കുടിച്ചിട്ടു. അപ്പത്തേക്കും പകുതി സമാധാനമായി. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു ഐറ്റം അല്ലേ ഏത് നമ്മൾ പ്ലാൻ ചെയ്തു പറഞ്ഞ ഐറ്റം, അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നമ്മൾ പിടിയും കോഴിയാണ്, ചിലർ ഇതിന് കുഞ്ഞിപ്പത്തൽ എന്നൊക്കെ പറയും. അതാണ് മെയിൻ കോഴ്സിനായി ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തേക്ക് അപ്പൊ അത്രയേ ഉള്ളൂ.